ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മൾ ലാസ്റ്റ് മന്ത് ഓഫ് 2024 എത്തുകയാണ്. ഓക്കെ, ആലോചിക്കുമ്പോൾ ഒരു സമാധാനവും ഉണ്ട്, ഈ വർഷം തീരല്ലേ എന്ന്. അതിൻ്റെ ഒപ്പം ഇനി എന്താ വരാൻ പോകുന്നത് എന്നുള്ളൊരു ആങ്സൈറ്റി ഉണ്ടാവും എല്ലാവർക്കും, അല്ലേ? അങ്ങനെയല്ലേ? ഓക്കെ, നമുക്കിപ്പം ഈ ഒരു അവസാനത്തെ മാസം നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്ന് നോക്കാം. ഓക്കെ, ലാസ്റ്റ് മന്ത് ഓഫ് ഡിസംബർ ഗൈഡൻസ് ആയിട്ടാണ് ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എന്ത് സംഭവിക്കും എന്നും ആയിരിക്കാം. ഓക്കെ, നോക്കാം നമുക്ക്. ഈ ഒരു ലാസ്റ്റ് മന്ത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് യൂണിവേഴ്സിനോട് ചോദിക്കാം. ഓക്കെ, ഞാൻ ടാരോ 2 ഡെക്ക് ടാരോൻ്റെ പ്ലസ് ഗൈഡൻസ് എടുക്കും. ഓക്കെ, ഇത് മേജർ അർക്കാന മാത്രമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ നടക്കാൻ സാധ്യതയുള്ള മെയിൻ ഈവൻറ്റ്സ് ആയിരിക്കും ഇത്. അപ്പോൾ അത് ആദ്യം നോക്കാം, ആൻഡ് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ഗൈഡൻസ്. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, ഈ അവസാനത്തെ മാസം നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുക, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് നോക്കാം. നിങ്ങൾക്കുള്ള ഗൈഡൻസ് ലാസ്റ്റ് മന്തിനുള്ളത്. ഓക്കെ, ലെറ്റ്സ് സീ. മൂൺ കാർഡാണ് അത്. പിന്നെ സ്റ്റാർ, വീണ്ടും രാത്രി എന്നാണല്ലോ. ഓക്കെ, ജസ്റ്റിസ്, ഹെർമിറ്റ്, എംപറർ. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് വരുന്നുണ്ട്. ആദ്യം തന്നെ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ നമുക്കൊരു ടൈം ചേഞ്ച് എന്ന രീതിയിലാണ് നമ്മൾ പറയുക. ടൈം മാറ്റം, സമയത്തിൻ്റെ മാറ്റം, ലക്കിൻ്റെ മാറ്റം എന്നൊക്കെ പറയാം. കാലത്തിൻ്റെ ഒരു തിരിയൽ, അല്ലേ? കാലചക്രം തിരിയുന്നു എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, ഒരു സമയത്തിൻ്റെ ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, മാറ്റങ്ങൾ കാണാൻ സാധിക്കും ലൈഫിൽ. ഇതിൽ നോക്കുമ്പോഴും ഓക്കെ, ഒരു കാര്യം ചെയ്യാം. Nine of Pentacles ആണ്. King of Pentacles, Knight of Wands, Five of Wands. Okay, renewal, very good. I'm happy. I'm very, very happy. Okay. Shulya. Okay, leave it. നിങ്ങൾ വറി ചെയ്തിരുന്ന ഒരു കാര്യം, ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്ന ഒരു കാര്യം, അതായത് നിങ്ങൾ ഓർത്തോർത്ത് വിഷമിച്ച ഒരു കാര്യം എന്ന് പറയാം. ഓക്കെ, ഡിപ്രഷൻ ഫേസ് വരെയാണ് എനിക്ക് കാണുന്നത്, അല്ലെങ്കിൽ നമ്മൾ സാഡ്നെസ് എന്ന് പറയാം, ഡിപ്രഷൻ എന്ന് പറയാം. ഓക്കെ, വിഷമിച്ചിരിക്കുക, ഇമോഷണൽ ആവാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു, ഐ തിങ്ക് ഇവിടെ നിങ്ങളുടെ അടുത്ത് നിന്ന് മറിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു അബൻഡൻസ് ആണ്. മൂന്ന് പറയുമ്പോൾ നമുക്ക് മറിഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ എന്നുകൂടി പറയും. കാരണം നിങ്ങൾക്ക് ഒന്നും കാണുന്നില്ല ക്ലിയർ ആയിട്ട്. ഓക്കെ, നിങ്ങൾക്ക് മുമ്പിൽ ക്ലിയർ ആയിട്ടൊന്നും കാണാത്തത് കൊണ്ട് ഐ തിങ്ക് നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും. എനിക്ക് ആ കാണാത്ത കാര്യം ഇവിടെ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അബൻഡൻസ് ആണ്. 9 of Pentacles ആണ്. 9 of Pentacles എന്ന് പറയുമ്പോൾ നമ്മളൊരു ആൻഡ് King of Pentaclesഉം ഉണ്ട്. സോ നിങ്ങൾക്കൊരു അബൻഡൻസ് വരാൻ പോകുന്ന തരത്തിലാണ് ഇത്. മെയിനായിട്ട് ചിലവർക്ക് ജോലിയുടെ ഒരു മാറ്റമായിരിക്കാം, ജോലിയിൽ പ്രൊമോഷൻ, ജോലിയിൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്കൊരു ഗുണമുള്ള ഒരു കാര്യം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് അങ്ങനത്തെ വല്ലതും ചെയ്യുന്നുണ്ടെങ്കിലും ശരി, അതിലൊരു ഗ്രോത്ത് നിങ്ങൾക്കൊരു, ഇത് മെയിൻലി ഫൈനാൻഷ്യൽ അബൻഡൻസിൻ്റെ കാര്യമാണ്. ഓക്കെ, ഒരു ജോലി കിട്ടുന്നതാവാം, സ്റ്റാർട്ട് ചെയ്യുന്നതാവാം, ഉള്ള ജോലിയിൽ തന്നെ പ്രൊമോഷൻസ് കാര്യങ്ങളാവാം. ഓക്കെ, ഇത് കുറച്ച് പേർക്ക് മാരേജിൻ്റെ കാര്യമുണ്ട്. ഓക്കെ, ചിലവർക്ക് മാരേജിൻ്റെ ആവാം. അതായത് നിങ്ങൾ സിംഗിൾസ് ആണ്, മാരേജ് ചെയ്യാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിൽ, ഈവൻ മാരീഡ്, ഐ മീൻ ലൈക്ക് വിഡോ ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനത്തെ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും മാരേജ് സാധ്യത ഉണ്ടെങ്കിൽ ഇത് ചിലവർക്ക് ഇവിടെ മാരേജ് കാണുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് നിങ്ങളിൽ നിന്ന്. പക്ഷെ ഇത് മറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്കിത് കാണുന്നില്ല, ഇതൊന്നും വരാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല.
ഓക്കെ, നിങ്ങളുടെ ചില പ്രതീക്ഷയുണ്ട്, നിങ്ങൾ ഹോപ്പ് വെച്ചിരിക്കുന്നുണ്ട്, ഒരു ഡ്രീം ഉണ്ട് നിങ്ങളുടെ എന്ന് പറയാം, ആഗ്രഹമുണ്ട് നിങ്ങളുടെ എന്ന് പറയാം. ആ ആഗ്രഹം എന്തായാലും സഫലമാവും. ഓക്കെ, 9 നമ്മൾ വിഷ് കമ്മിങ് ട്രൂ എന്ന രീതിയിലും പറയും. നിങ്ങളുടെ വിഷ് നടക്കാൻ പോകുന്നു. ആ വിഷ് മെയിൻലി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങളിലാണ്. അത് നിങ്ങൾക്കൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഡിസംബർ മന്ത് കഴിയുമ്പോഴേക്കും എന്ന രീതിയിൽ എടുക്കാം. ഓക്കെ, സോ ഡിസംബർ നിങ്ങൾ ഹാൻഡിൽ ചെയ്ത് പോകാനുള്ള ഒരു അഡ്വൈസ് നമുക്ക്, അപ്പോൾ ഒരു സമയത്തിൻ്റെ ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ തുടങ്ങും. ഓക്കെ, ഐ തിങ്ക് ജനുവരി ആവണം പ്രോബ്ലി ആ ചേഞ്ച് വരാൻ. ബട്ട് നിങ്ങളോട് പറയുന്നത് ഡിസംബറിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും കാണുന്നില്ല എന്ന് തോന്നുന്നുണ്ടാവും. ബട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട് അബണ്ടൻസ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഇവിടെ നിങ്ങളുടെ ഐഡിയാസ് ഉണ്ടാവും നിങ്ങളുടെ കയ്യിൽ. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ചില ഐഡിയാസ് ഉണ്ടാവും, നിങ്ങളുടെ എന്തെങ്കിലും ആഗ്രഹങ്ങളായിരിക്കാം. അതിനുവേണ്ടി നിങ്ങൾ കാര്യങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്താൽ നിങ്ങൾക്കത് നടക്കും. ഓക്കെ, നിങ്ങൾക്ക് അതിനുള്ള ഐഡിയാസ് കിട്ടും. എങ്ങനെയാണ് നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് എത്തേണ്ടത്, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള ചില വഴികൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കാൻ തയ്യാറായിട്ടും കാണുന്നുണ്ട്. എനിക്ക് ശ്രമിക്കാൻ തയ്യാറാവാം. ഓക്കെ, ഗൈഡൻസ് ആയിട്ട് നമുക്ക് പറയാം, നിങ്ങൾ ശ്രമിക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, ബട്ട് യെസ്, നിങ്ങൾ ഐഡിയാസ് യൂസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുകയും വേണം. 5 of Wands ആണ്. കോൺഫ്ലിക്ട്സ് ഉണ്ടാവും, ചില തടസ്സങ്ങൾ വരും. ഓക്കെ, എന്തിലും തടസ്സങ്ങൾ വരും. ഇപ്പം നിങ്ങൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ ശരി, പേഴ്സണുമായിട്ട് പ്രശ്നങ്ങൾ വരാം. മാരേജ് ഒക്കെ റെഡിയായി നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ പേഴ്സണുമായിട്ട് വല്ല പ്രശ്നങ്ങൾ വരാം. നിങ്ങൾക്ക് തോന്നാം നടക്കില്ല തോന്നാം. ഓക്കെ, അല്ല നിങ്ങളുടെ ലൈഫിൽ തന്നെ ചിലപ്പോൾ പലരുമായിട്ട് റിലേഷൻഷിപ്സിൽ എന്തെങ്കിലും ഇഷ്യൂസ്, ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ്, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് എന്തെങ്കിലും, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ കോൺഫ്ലിക്ട്സ്, ഓക്കെ, എന്തെങ്കിലുമൊക്കെ നിങ്ങൾ അനുഭവിക്കാനുള്ള ചില സാധ്യതയുണ്ട്. അത് ഇല്ലാതെ ചെയ്യുന്നത് ലൈഫാണ്. ഓക്കെ, ലൈഫിൽ അപ്പ് ആൻഡ് ഡൗൺ എല്ലാം വന്നുകൊണ്ടിരിക്കും. നമ്മൾ എപ്പോഴും സ്മൂത്തായിട്ട് പോകും. നമ്മുടെയൊക്കെ ആഗ്രഹം എന്തുകൊണ്ട് നമുക്ക് പ്രശ്നം ഒരുപാട് ടെൻഷൻ വരുന്നതെന്ന് വെച്ചാൽ, എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ നമുക്ക് ആകെ മൊത്തം നമ്മൾ ഡൗൺ ആയി പോവാണ്. ഓക്കെ, ബട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ദറ്റ് എല്ലാം വന്നും പോയിക്കൊണ്ടും ഇരിക്കും. ഇല്ല, അത് ഒരു പ്രശ്നം വന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ലൈഫേ തീർന്നു അല്ലെങ്കിൽ ലൈഫേ കഴിഞ്ഞു എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. ഓക്കെ, പ്രശ്നങ്ങൾ വരും, തടസ്സങ്ങൾ ഉണ്ടാവും. നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താൽ അതിൽ ചിലപ്പോൾ തടസ്സങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ചില കോൺഫ്ലിക്ട്സ് നിങ്ങൾ ഫേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ജസ്റ്റിസ് നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ, ന്യായം നിങ്ങളുടെ കൂടെ. അതായത് നിങ്ങൾ വേണ്ട എഫേർട്ട് നിങ്ങൾ ചെയ്താൽ, ഇതും നമ്മൾ എഫേർട്ട് ഇടുന്ന തരത്തിൽ പറയാം, നിങ്ങൾ എന്തെങ്കിലും പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ സമയം കൊടുത്ത്, മണി ചെലവ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ സമയത്തിൻ്റെ ആയിരിക്കാം, നിങ്ങളുടെ എഫേർട്സിൻ്റെ ആയിരിക്കാം. ഓക്കെ, അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ന്യായമായത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നിങ്ങളുടെ ന്യായമായ ആഗ്രഹമാണെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, ജസ്റ്റിസ് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവും എന്ന് പറയാം. ഓൾറെഡി ഞാൻ പറഞ്ഞു, ലക്ക് നിങ്ങൾക്ക് കിട്ടും. ലക്ക് മാത്രമല്ല, യൂണിവേഴ്സിന്റെ സപ്പോർട്ട് കൂടി നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. ഓക്കെ, പക്ഷെ അതിന് വേണ്ട എഫേർട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. കോൺഫ്ലിക്റ്റും കാര്യങ്ങളും വരുമ്പോഴേക്കും നിങ്ങൾ തളർന്നു പോകരുത്. എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സോൾവ് ചെയ്ത് പോവുക എന്നുള്ളതാണ് നമ്മുടെ ശരിക്കും ഭഗവത്ഗീതയിൽ പറയുന്ന പോലെ കർമ്മം ചെയ്യുക എന്നുള്ളത്. ഓക്കെ, നമ്മുടെ ചെയ്യാനുള്ള എന്താണ്, നമ്മൾ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുക, നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. തടസ്സം വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യാം. എനിക്ക് ആ ഓവർകം ചെയ്യാനുള്ള ധൈര്യം കിട്ടാൻ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുക. ഓക്കെ, ഇതൊരു പ്രാർത്ഥന പോലെയുണ്ട് അല്ലേ. നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നടക്കും. യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ, ആൻഡ് ഇവിടെ എനിക്ക് കാണുന്ന റിന്യൂവൽ എന്ന് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ആൻഡ് ഇവിടെ ഹെർമിറ്റുമായിട്ട് മാച്ചായിട്ട് എവിടെയോ നിങ്ങൾ കുറച്ചൊക്കെ ഒറ്റപ്പെട്ട പോലെ തോന്നുന്നുണ്ടാവാം. എനിക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം ആരുമില്ല, നിങ്ങൾക്ക് സപ്പോർട്ട് ആരുമില്ല, നിങ്ങൾ തനിച്ചായിപ്പോയി എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. അതിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയം യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ അവനവനെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് അത് നിങ്ങൾ അവനവനെ കുറിച്ച് തിരിച്ചറിയും എന്ന് മാത്രമല്ല, കാര്യങ്ങൾ കുറെ കൂടി നിങ്ങൾ എന്തൊക്കെയോ മനസ്സിലാക്കാനുള്ള ഒരു സമയമാണ്. ഓക്കെ, അത് ആ മനസ്സിലാക്കുന്ന സമയം ഹെർമിറ്റ് മോഡിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരുമ്പോൾ നിങ്ങൾക്കൊരു റിന്യൂവൽ ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ തന്നെ. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ലൈഫിനെ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അത് വരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളത് വരുത്താനുള്ളത് വേണ്ടത് ആക്ച്വലി ഇവിടെ ഓക്കെ ലാസ്റ്റ് പറയാം. ഐ തിങ്ക് ഇതും ഇവിടെയാണ് വെക്കേണ്ടത്. ഇത് പറയുമ്പോൾ നമ്മളൊന്ന് റെസ്റ്റ് എടുക്കുന്ന പോലെയാണ്. ഓക്കെ, ഒരു ഹെർമിറ്റ് മോഡുമായിട്ട് കണക്ട് ചെയ്ത് പറയാം. നമുക്കിത് ഹെർമിറ്റ് എന്ന രീതിയിൽ എടുക്കാം. അതായത് എല്ലാം മാറ്റി വെച്ച് തൽക്കാലം നമ്മൾ എന്താ പറയുക, ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ്, ഒന്നും വയ്യ, സ്ട്രെസ്സോ ടെൻഷനോ ഒന്നും വയ്യ എന്ന രീതിയിൽ ചിലപ്പോൾ നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടാവാം. ബട്ട് ആ ഫേസ് ഓക്കെ, അത് നിങ്ങളെ ഒരിക്കലും ഗിവിങ് അപ്പ് ആവരുത്. ഓക്കെ, അത് നിങ്ങളൊരു റെസ്റ്റ് എടുത്ത് റിന്യൂ ചെയ്യാനുള്ളതാവണം. ഓക്കെ, റെസ്റ്റ് ആൻഡ് റിന്യൂ എന്ന രീതിയിൽ എടുക്കാം. ഓക്കെ, കുറച്ച് നിങ്ങൾക്ക് അത്രത്തോളം സ്ട്രെസ്സും ഇതും തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കാം. എനിക്ക് ആ റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ, റെസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് തൽക്കാലം കൂടുതൽ ആലോചിക്കാതിരിക്കുക, പ്രാർത്ഥനയിലേക്ക് തിരിയാം. എനിക്ക് മനസ്സിനെ ശാന്തമാക്കി വെക്കുക. ഓക്കെ, കാര്യങ്ങളെ ജസ്റ്റ് നിങ്ങൾ ഒന്ന് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആലോചിച്ച് നിങ്ങൾ ഒരു ക്ലാരിറ്റി കൊണ്ടുവരിക, മനസ്സിലാക്കുക. ഓക്കെ, കുറെ കൂടി യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക, മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക, ബ്രീതിങ് എക്സസൈസസ് ചെയ്യുക. ഓക്കെ, നിങ്ങളെ തന്നെ ഒന്ന് എന്താ പറയുക, ഉണർവ് വരുത്തിയെടുക്കുക നിങ്ങൾ. ഓക്കെ, ആൻഡ് അത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു റിന്യൂവൽ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ,
ആൻഡ് ഇവിടെ ലാസ്റ്റ് കാർഡ് ഇതും മാച്ച് ആയിട്ടാണ് വന്നത്. സോ എംപറർ ആണ് ഇത്. എംപറർ അല്ല, ബട്ട് കിങ് ഓഫ് എയർ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ട്രോങ് ആയിട്ടൊരു ആക്ഷൻ എടുക്കുന്ന കാര്യമാണ്. ഓക്കെ, ആക്ഷൻ എടുക്കുന്നതും മാത്രമല്ല നമ്മൾ എന്തും ചെയ്യാനുള്ള ഒരു ധൈര്യം, ഓക്കെ, ഒരു ധൈര്യം വെച്ച് ചെയ്യാനും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ എഫേർട്സ് ഈ ഓൾറെഡി നിങ്ങൾ ഐ തിങ്ക് ട്രൈ ചെയ്യും ചില കാര്യങ്ങൾ. നിങ്ങളോട് യൂണിവേഴ്സ് ഇവിടെ ചുരുക്കി പറയാം ഞാൻ, നിങ്ങളുടെ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഓക്കെ അതിനെ ഫോളോ ചെയ്യാം. ഒന്നാമത്തെ അഡ്വൈസ്. ഓക്കെ, നിങ്ങൾക്ക് ഒരിക്കലും നല്ലത് വരില്ല എന്ന് നിങ്ങൾ ചിന്തിക്കാതിരിക്കാം. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് നല്ലത് കൊണ്ടുവരും, തീർച്ചയായിട്ടും കൊണ്ടുവരും. നിങ്ങൾ വിശ്വാസം വെക്കാം. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ എഫേർട്സ് നിങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുക. ഓക്കെ, എന്ത് തന്നെ തടസ്സങ്ങൾ വന്നാലും ശരി, എന്ത് തന്നെ തടസ്സങ്ങൾ വന്നാലും നിങ്ങൾ ലൈഫിനെ നേരിടാൻ നിങ്ങൾ പഠിക്കുക. ആ ശക്തി നിങ്ങൾ കൊണ്ടുവരണം. ആ ശക്തിക്ക് ചില സമയത്ത് നമ്മൾ എന്താ പറയുക, ജിമ്മിൽ പോയിട്ട് എക്സസൈസ് ചെയ്തൊരു ശക്തി വരുത്തുന്നതല്ല. ഓക്കെ, അവനവൻ്റെ ഉള്ളിലേക്ക് പോയി അവനവൻ്റെ കഴിവിനെ തിരിച്ചറിഞ്ഞ് നമ്മളെന്താണ്, നമുക്ക് എന്തൊക്കെ സാധിക്കും, എന്തൊക്കെ സാധിക്കില്ല എന്നുള്ള ചില തിരിച്ചറിവുകൾ കൊണ്ടുവരാം. ഓക്കെ, ഒരല്പം റെസ്റ്റ് എന്ന് പറയുന്നത് ഇത് മൈൻഡിൻ്റെ റെസ്റ്റാണ്, അല്ലാണ്ട് ബോഡി റെസ്റ്റ് മാത്രമല്ല. നമ്മൾ സൈലൻ്റായി ഇരിക്കുക, ഒന്നാമത്തെ കാര്യം. ഓക്കെ, ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുക. ഓക്കെ, നിങ്ങളൊരു കൂടുതൽ ബോധർ ചെയ്യാൻ വിടരുത് നിങ്ങളെ ഒന്നും. ഓക്കെ, അവനവൻ്റെ സ്വന്തം കാര്യത്തിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ്, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ട് പോവുക. ആൻഡ് അങ്ങനെ അതിന് വേണ്ട ആക്ഷൻസ് എടുക്കാൻ, ഓക്കെ, ധൈര്യത്തോടെ ആക്ഷൻസ് എടുക്കാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഗ്രോത്ത് ആണ് ഇവിടെ പറയുന്നത്. എംപറർ ലെവലിലേക്ക് നിങ്ങൾ വരുന്നതാണ്. എംപറർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ലീഡർഷിപ്പ് ലെവൽ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, കുറച്ച് പ്രൊമോഷൻസിൻ്റെ കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, അങ്ങനെ ആവാം. അല്ലെങ്കിൽ ജോലി സ്ഥലത്ത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ മുമ്പിൽ നിങ്ങൾക്കൊരു കുറച്ചുകൂടി റെസ്പെക്റ്റ് കിട്ടുന്ന തരത്തിൽ നിങ്ങളൊരു ഗ്രോത്ത് നിങ്ങളിൽ ഉണ്ടാവും. ഓക്കെ, ആൻഡ് ഇവിടെ അതിന് ഐ തിങ്ക് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ മാറും. ഓക്കെ, എനിക്കതാണ് ഇവിടെ കാണുന്നത്. പ്രാക്ടിക്കലായിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കാൻ തുടങ്ങും. ഇത് രണ്ട് കാർഡും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾ കുറേയൊക്കെ ഇമോഷണൽ മാറിയിട്ട് കുറച്ചുകൂടി സ്ട്രോങ്ങർ ആയിട്ട് വരും നിങ്ങൾ. എനിക്ക് അത് ആവശ്യമാണ്. ലൈഫിനെ ഡീൽ ചെയ്യാൻ നമുക്ക് ആ ഒരു പ്രാക്ടിക്കലായിട്ട് ഡീൽ ചെയ്യാൻ പഠിക്കണം നമ്മൾ. എനിക്ക് എപ്പോഴും ഇമോഷണലായിട്ട് മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, സോ അഡ്വൈസ് കാർഡ് കൂടി എടുത്തേക്കാം. എന്തായാലും ഇവിടെ യൂണിവേഴ്സ് ഇപ്പോൾ ഈ ഒരു ലാസ്റ്റ് മന്ത് ഓഫ് ഡിസംബർ നിങ്ങളിപ്പോൾ മെയിനായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഉള്ള ആഗ്രഹത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് കൊടുക്കുക. ആൻഡ് അതിന് വേണ്ട എഫേർട്സ് നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഒരിക്കലും തടസ്സങ്ങൾ വരാതിരിക്കില്ല. ലൈഫാണ്, തടസ്സങ്ങൾ വരും. ഓക്കെ, പ്രാക്ടിക്കലായിട്ട് ഡീൽ ചെയ്ത് പോവാന്ന് മാത്രം. അങ്ങനെ അയ്യോ അങ്ങനെ വന്നല്ലോ എന്ന് പറഞ്ഞ് തകർന്നിരിക്കാനല്ല, ഒരിക്കലും അങ്ങനെ ഇരിക്കരുത്. ഓക്കെ, നിങ്ങൾ എഫേർട്സ് ഇട്ടാൽ അതിന് ന്യായമായ റിസൾട്ട് വരും. ഓക്കെ, അതും പറയാലോ. നടുവിൽ വന്നിട്ടുള്ള ജസ്റ്റിസ് കാർഡാണ്. നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും, നല്ലത് വരും. ചിലവർക്ക് ലീഗൽ കാര്യങ്ങളായിരിക്കാം, ജസ്റ്റ് തോന്നിയപ്പോൾ പറയുന്നത് മാത്രം. നിങ്ങൾക്ക് ലീഗലി എന്തെങ്കിലുമൊക്കെ വിൻ വരാനുള്ള സാധ്യതയാണ്. സ്റ്റാർ ആക്ച്വലി കുറച്ചുകൂടി നിങ്ങളുടെ ഗ്രോത്ത് ആണ് പറയാം. നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുന്നു എന്ന രീതിയിൽ വിഷ് ഫുൾഫിൽമെൻ്റ് 2 കാർഡ് ഉണ്ട്. സോ യെസ്, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. പക്ഷെ നിങ്ങൾ ഓക്കെ, ഫോക്കസ്, love, forgiveness, power, opportunity, new beginning. Very good. പുതിയ കൊല്ലം അല്ലേ, പുതിയ വർഷം, പുതിയ ഓപ്പർച്യൂണിറ്റി, റിലാക്സേഷൻ. വാവ്, ഗ്രേറ്റ്. അത് കലക്കി. ഓക്കെ, ഇവിടെ ഇത് രണ്ടും കണ്ടോ, സിമിലാരിറ്റി കണ്ടോ? ഓക്കെ, ഒരല്പം റിലാക്സ് ചെയ്യുക. നിങ്ങൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്, ടെൻഷൻ അടിക്കാതിരിക്കുക ഒരുപാട്. ഓക്കെ, റിലാക്സ് ആയിട്ടിരിക്കുക. കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യാൻ അപ്പോഴേ സാധിക്കുള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേക്കും വല്ലാതെ അങ്ങോട്ട് നമ്മൾ ടെൻഷൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളെ ഡീൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, മൈൻഡ് ഷാർപ്പാക്കുക നിങ്ങളുടെ, അതാണ് വേണ്ടത്. നമ്മൾ ആക്ഷൻ എടുക്കാൻ ഇപ്പോൾ നമുക്ക് ശക്തിയോ ഭയങ്കര ഇതോ അല്ല വേണ്ടത്, ബ്രെയിൻ നമ്മുടെ ഷാർപ്പായിരിക്കണം, അതാണ് വേണ്ടത്. അപ്പോഴേ നമുക്ക് പെട്ടെന്ന് ആലോചിച്ച് എന്താ നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കാൻ പറ്റുള്ളൂ. ബ്രെയിനിനെ ഷാർപ്പാക്കുക. ഓക്കെ, പെട്ടെന്ന് ഐഡിയാസ് ആലോചിക്കാൻ. നിങ്ങൾ ഫോക്കസ് വെച്ച് കാര്യങ്ങൾ ചെയ്യാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ ഗോളിലേക്ക് നിങ്ങളുടെ ഫോക്കസ് വെക്കാം. നിങ്ങൾക്ക് വേണ്ട കാര്യത്തിൽ മാത്രം. ഇടയിൽ തടസ്സങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും, അതിന് ചാടി കടന്ന് പോയിക്കൊണ്ടിരിക്കണം നമ്മൾ, എന്നാലേ നടക്കുള്ളൂ. ഓപ്പർച്യൂണിറ്റീസ് വരും നിങ്ങൾക്ക്, ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് നിങ്ങളുടെ മുമ്പിൽ വരും. അത് നിങ്ങൾ ചെയ്യാൻ തയ്യാറായാൽ മതി. ഓക്കെ, ആൻഡ് ഈവൻ തടസ്സങ്ങൾ എപ്പോഴും ഓപ്പർച്യൂണിറ്റി ആണെന്നാണ് പറയുക. ബിക്കോസ് അതുകൂടി നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു അവസരമാണ്. ആ പഠിക്കുമ്പോൾ നിങ്ങളെ കൂടുതൽ ബെറ്റർ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കാര്യങ്ങൾ ഡീൽ ചെയ്യാനും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഞാനിവിടെ ലവ് ഉണ്ട്, ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം കാണുന്നുണ്ട്. ഓക്കെ, മാരേജ് കാര്യങ്ങൾ കാണുന്നുണ്ട്. ചിലവർക്ക് അതായിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ സ്നേഹം എന്നൊരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കിട്ടും. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ചുറ്റും ആക്ച്വലി ഓൾറെഡി ഉണ്ട്, സ്നേഹമുണ്ട്. നിങ്ങൾ പക്ഷെ തിരയുന്നത് റോങ് പ്ലേസസിലാണ് എന്ന് പറയാൻ ഞാൻ, അതുകൊണ്ടാണ് പ്രശ്നം. ഓക്കെ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചുറ്റും നിങ്ങൾക്ക് സ്നേഹം കാണും, പേടിക്കണ്ട.
അത് നിങ്ങൾ നോക്കാൻ തയ്യാറായാൽ മതി. ന്യൂ ബിഗിനിങ്സ്, യെസ്, നിങ്ങളുടെ ലൈഫിൽ ന്യൂ ബിഗിനിങ്സ് വരും. ചിലവർക്ക് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ന്യൂ ബിഗിനിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ജോലി, കരിയർ, അങ്ങനത്തെ കാര്യങ്ങൾ എന്തിലെങ്കിലുമൊക്കെ നിങ്ങൾക്കൊരു നിങ്ങളുടെ ലൈഫ് തന്നെ ഒരു ചെറിയൊരു മാറ്റം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കം പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇനി പുതിയ വർഷമാണ് അല്ലേ. ആൻഡ് ഇവിടെ ഫൊർഗീവ്നെസ് ഉണ്ട്. ആരെങ്കിലുമൊക്കെ മാപ്പ്, നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ മാപ്പ് കൊടുക്കാം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരോടും ഗ്രഡ്ജസ് വെക്കാതിരിക്കുക, ആരോടും വൈരാഗ്യം അങ്ങനെയൊന്നും വെക്കാതിരിക്കുക, മാപ്പ് കൊടുത്തു വിട്ടേക്കുക. നമ്മൾ മാപ്പ് കൊടുത്തു, പക്ഷെ അവിടെ തന്നെ നിൽക്കണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. എനിക്ക് അതിൽ നിന്ന് മാറിപ്പോകാനുള്ളൊരു അത് നിങ്ങൾ തീരുമാനിക്കണം എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന്. മാപ്പ് കൊടുക്കാൻ ചിലരെ അല്ലേ, പക്ഷെ അതിൽ അവരുമായിട്ടുള്ള കണക്ഷൻ വെക്കണോ, റിലേഷൻ വെക്കണോ, അല്ലെങ്കിൽ അവരുമായിട്ട് കൂടുതൽ ടച്ച് വെക്കണോ എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ കയ്യിലാണ്. എനിക്ക് അത് നിങ്ങൾ തീരുമാനിക്കാം. ഫൊർഗീവ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്യാം, അല്ലെങ്കിൽ ഫൊർഗീവ് ചെയ്ത് ഓക്കെ തിരിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം. അങ്ങനെ നിങ്ങളുടെ പവറിലേക്ക് വരിക. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ആക്ഷൻസ് ഒക്കെ എടുക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്. ഓക്കെ, ഇവിടെ ബോട്ടം വന്നത് ഞാൻ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ തടസ്സം, ഓക്കെ, ഇവിടെ തടസ്സം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ബ്ലോക്കേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഈ ഇമോഷണൽ ക്യാരക്ടറാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഇമോഷണലായിട്ട് ചിന്തിച്ച് കാര്യങ്ങളെ ഡീൽ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് അവിടെ പ്രോബ്ലംസ് കൂടുതൽ വരുന്നത്. ഓക്കെ, അത് നിങ്ങൾ കുറെ കൂടി പ്രാക്ടിക്കൽ ആവാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ലൈഫിനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് നിങ്ങൾക്ക് സക്സസ് കിട്ടും. ഓക്കെ, സോ നമ്മുടെ ജനുവരി നല്ലൊരു എന്താ പറയുക 2025 നല്ലൊരു ഇയർ ആവട്ടെ. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഓവറോൾ എടുത്തു എന്നേ ഉള്ളൂ. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ സംഭവിക്കാം എന്നുള്ള രീതിയിലുള്ള റീഡിങ് ഞാൻ വേറെ ഇടാം, സെപ്പറേറ്റ് ആയിട്ട് ഇടാം. ഇതിപ്പോൾ ജസ്റ്റ് ഒരു ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ എന്തെങ്കിലും ഓക്കെ ഈ വരുന്ന മാസം നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളൊരു അഡ്വൈസ് ആയിട്ട്. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ. നന്ദി, നമസ്കാരം.